അവർക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പോലെ നമുക്ക് നോക്കാം. അപ്പോൾ നാളെയാണ് എക്സാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് 2019 നടന്നൊരു എക്സാമാണ്. 059/2018 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് question. As per the livestock census 2012, the total cattle population in India is. അപ്പം total cattle population in India as per the livestock census 2012 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 191 million, ഓപ്ഷൻ ബി 512 million, ഓപ്ഷൻ സി 109 million, ഓപ്ഷൻ ഡി 135 million. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 191 million കാറ്റിൽ പോപ്പുലേഷൻ ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. യങ് ഫീമെയിൽ പിഗ് ഈസ് കാൾഡ്. യങ് ഫീമെയിൽ പിഗിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ഗിൽട്ട് ആണ്. അപ്പോൾ ഇത് പിഗിൻ്റെയും അതുപോലെ തന്നെ ഗോട്ടിൻ്റെയും ഇങ്ങനെയുള്ള ടേംസ് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാമിംഗ് സിസ്റ്റംസ് ഫെസിലിറ്റി ഫോർ ഗ്രാസിംഗ് ഈസ് എ മസ്റ്റ്. അപ്പോൾ ഇതിൽ ഏത് ഫാമിംഗ് സിസ്റ്റത്തിലാണ് ഗ്രാസിംഗ് ഫെസിലിറ്റി മസ്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ കോറൽ ഡയറിങ്, ഓപ്ഷൻ ബി ഓർഗാനിക് ഫാമിംഗ്, ഓപ്ഷൻ സി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. അപ്പോൾ ഗ്രാസിംഗ് ഫെസിലിറ്റി മസ്റ്റ് ആയിട്ടുള്ളത് ഓർഗാനിക് ഫാമിങ്ങിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇന്ത്യൻ ബ്രീഡ് ഓഫ് കാറ്റിൽ നോൺ ആസ് വൈറ്റ് സിന്ധി. വൈറ്റ് സിന്ധി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബ്രീഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? തർപ്പാർക്കറിനെയാണ് വൈറ്റ് സിന്ധി എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്മോൾ വൈറ്റ് കളേർഡ് ഗോഡ് ബ്രീഡ് വിത്ത് ലൈറ്റ് ബ്രൗൺ സ്പോട്ട്സ്, ഷോർട്ട് ഇയേഴ്സ് ആൻഡ് സ്ട്രെയിറ്റ് ഫേഷ്യൽ ലൈൻ. ഓപ്ഷൻ എ ബെർക്ക്ഷയർ, ഓപ്ഷൻ ബി ബീറ്റിൽ, ഓപ്ഷൻ സി ബോർ, ഓപ്ഷൻ ഡി ബാർബറി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബാർബറിയാണ്. അടുത്ത ചോദ്യം. പോപ്പുലർ മീറ്റ് ബ്രീഡ് ഓഫ് ഡക്ക് വിത്ത് ക്രീമി വൈറ്റ് പ്ലൂമേജ്, ബ്രൈറ്റ് ഓറഞ്ച് ബിൽ, ലെഗ്സ് ആൻഡ് ഫീറ്റ്. അപ്പോൾ പോപ്പുലർ മീറ്റ് ബ്രീഡാണ്, മീറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രീഡാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്രീമി വൈറ്റ് പ്ലൂമേജ് ഉണ്ട്, ബ്രൈറ്റ് ഓറഞ്ച് ബില്ലാണ്, അതുപോലെ ലെഗ്സും ഫീറ്റും. അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എംബറർ ഡക്ക്, ഓപ്ഷൻ ബി ഫ്ലൈയിങ് ഡക്ക്, ഓപ്ഷൻ സി പെൻഗ്വിൻ ഡക്ക്, ഓപ്ഷൻ ഡി കുട്ടനാടൻ ഡക്ക്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എംബറർ ഡക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ് ഇൻ വിച്ച് ദ ഐഡൻറ്റിഫൈ മാർക്ക് ഈസ് ഈസിലി വിസിബിൾ ഫ്രം എ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സിൽ പറഞ്ഞിരുന്നു ഈസിലി വിസിബിൾ ഫ്രം എ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ബ്രാൻഡിങ് മെത്തേഡ്സ് ആണ്. ടാറ്റൂയിങ് ആണെങ്കിലും ടാഗിങ് ആണെങ്കിലും അടുത്ത് വന്നാൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ഫ്രം എ ഡിസ്റ്റൻസ് ആണ്. അടുത്ത ചോദ്യം. വാട്ട് വിൽ ബി ദ അപ്രോക്സിമേറ്റ് ഏജ് ഓഫ് എ കൗ വിത്ത് പെർമനൻറ്റ് സെൻട്രൽസ് ആൻഡ് സെൻട്രോ ലാറ്ററൽ ഇൻസിസേഴ്സ് വൈൽ ദ laterals and corner incisors are temporary. Option A 1 year, option B 3 year, option B 2 years, option C 3 years, option D 4 years. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 years ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഹോൾ ബോഡി റീട്രെയിനിങ്. ഹോൾ ബോഡി റീട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോൾ ബോഡി റീട്രെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ഏതാണ്? വളരെ പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. കാസ്റ്റിങ്ങും ട്രയാങ്കുലൈസേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സ്ക്യൂസ് കേജിങ്ങും ഒരു ഹോൾ ബോഡി റീട്രെയിനിങ് മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, ഹാൾട്ടറാണ്. അടുത്ത ചോദ്യം. ഹൈബ്രിഡ് ലെയർ ചിക്കൻ സ്യൂട്ടബിൾ ഫോർ റെയറിങ് ഇൻ കേജസ്. അപ്പം ഒരു ഹൈബ്രിഡ് ലെയർ ചിക്കനാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേജസിൽ റെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അതുല്യ, ഓപ്ഷൻ ബി അമൂല്യ, ഓപ്ഷൻ സി ഗ്രാം പ്രിയ, ഓപ്ഷൻ ഡി ഗ്രാമലക്ഷ്മി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതുല്യാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് അമോങ് ദ ഫോളോയിങ് ഡൊമസ്റ്റിക് അനിമൽ ഈസ് ഹാവിങ് ദ ലാർജസ്റ്റ് RBC. ലാർജസ്റ്റ് RBC ഉള്ള ഡൊമസ്റ്റിക് അനിമൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫിസിയോളജി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ ബഫല്ലോ, ഓപ്ഷൻ ബി ഡോഗ്, ഓപ്ഷൻ സി പിഗ്, ഓപ്ഷൻ ഡി ഗോട്ട്. അപ്പോൾ ഡോഗിനാണ് ലാർജസ്റ്റ് RBC ഉള്ളത് ഈ തന്നിരിക്കുന്ന അനിമൽസിൽ. അടുത്ത ചോദ്യം. ദ ടേം വെൻട്രൽ ഇൻഡിക്കേറ്റ്സ്. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ഫ്രണ്ട് റീജിയൻ ഓഫ് ദി അനിമൽ. ഫ്രണ്ട് റീജിയൻ നമ്മൾ എന്താ പറയുന്നത്? ആൻറ്റീരിയർ റീജിയൻ എന്ന് പറയും. ഓപ്ഷൻ ബി hinge region of the animal.
ഓപ്ഷൻ സി അപ്പർ സർഫസ് ഓഫ് ദി ബോഡി, ഓപ്ഷൻ ഡി അണ്ടർ സർഫസ് ഓഫ് ദി ബോഡി. അപ്പോൾ വെൻട്രൽ എന്ന് പറയുന്നത് അണ്ടർ സർഫസ് ഓഫ് ദി ബോഡിയാണ്, അപ്പർ സർഫസ് ഓഫ് ദി ബോഡിയെ പറയുന്നത് ഡോർസൽ എന്നാണ്. അടുത്ത ചോദ്യം, ദ ബോൺ പ്രസന്റ് അറ്റ് ദ ഫോർ കാനിയോൺ റീജിയൻ ഈസ്. ഫോർ കാനിയോൺ റീജിയനിലുള്ള ബോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മെറ്റാകാർപ്പൽ, ഓപ്ഷൻ ബി ഹ്യൂമറസ്, ഓപ്ഷൻ സി ടാർസൽ, ഓപ്ഷൻ ഡി റേഡിയസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മെറ്റാകാർപ്പൽ ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് സീൻ ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഇഷിയം, ഓപ്ഷൻ ബി പ്ലൂറ, ഓപ്ഷൻ സി കൗപ്പേഴ്സ് ഗ്ലാൻഡ്, ഓപ്ഷൻ ഡി ജജനം. അപ്പോൾ ഏതാണ്? ജജനമാണ് അല്ലേ. അപ്പോൾ എന്താണ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ജജനമാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടായിട്ട്, സെക്കൻഡ് പാർട്ടായിട്ട് കാണപ്പെടുന്ന ജജനമാണ് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ ഓഫ് ദി ആനിമൽ ഡിക്രീസസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ ഇൻ ദ ഈവനിങ്, ഓപ്ഷൻ ബി ഇൻ മിൽക്ക് ഫീവർ, ഓപ്ഷൻ സി ഇൻ യങ് അനിമൽസ്, ഓപ്ഷൻ ഡി ഇൻ അക്യൂട്ട് ഡിസീസ്. അപ്പോൾ അക്യൂട്ട് ഡിസീസിലും യങ് അനിമൽസിലും മെയിനായിട്ട് എന്താണ്, ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും നോർമൽ ടെമ്പറേച്ചറിനേക്കാളും. അത് പക്ഷേ ഈവനിങ്ങിലും കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് മിൽക്ക് ഫീവറിൽ എന്താണ്, ബോഡി ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ കമ്പാർട്ട്മെൻറ്റ് ഓഫ് റൂമൻ സ്റ്റൊമക് വിച്ച് ട്രാപ്പ് ഫോറിൻ ഒബ്ജക്ട്സ് ലൈക്ക് നെയിലീസ്. ഓപ്ഷൻ എ അബോമാസം, ഓപ്ഷൻ ബി ഒമാസം, ഓപ്ഷൻ സി റെറ്റിക്കുലം, ഓപ്ഷൻ ഡി റൂമൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അബ്ഡോമൻ സ്റ്റൊമക്ക്, റൂമൻ സ്റ്റൊമക്കിൽ നിന്ന് കമ്പൽസറി ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ റെറ്റിക്കുലം ആണ്. ഓക്കെ. അതുപോലെ തന്നെ റൂമൻ സ്റ്റൊമക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ അബോമാസത്തിന് മാത്രമാണ് ഗ്ലാൻസ് ഉള്ളത്, ബാക്കി ഒരു കമ്പാർട്ട്മെൻറ്റ്സിലും ഗ്ലാൻസ് ഇല്ല. അതുപോലെ ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അബോമാസത്തിലാണ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം ടേക്ക് പ്ലേസ് ഡ്യൂറിങ്. കോർപ്പസ് ലൂട്ടിയം ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഏത് ഈസ്ട്രസ് സൈക്കിളിലെ ഫേസിലാണ്? ഓപ്ഷൻ എ ഈസ്ട്രസ്, ഓപ്ഷൻ ബി പ്രോ ഈസ്ട്രസ്, ഓപ്ഷൻ സി ഡൈസ്ട്രസ്, ഓപ്ഷൻ ഡി മെറ്റീസ്ട്രസ്. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത് മെറ്റ് ഈസ്ട്രസിലാണ്. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് എന്താണ്, ഓവുലേഷൻ്റെ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നത് അല്ലേ. ഓവുലേഷൻ കഴിഞ്ഞ് ഗ്രാഫിൻ ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നു? കോർപ്പസ് ലൂട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോർപ്പസ് ലൂട്ടി എന്താണ്, കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗ്രാഫിൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് മെറ്റീസ്ട്രസിലാണ്. അടുത്ത ചോദ്യം, ദ ടെസ്റ്റോസ്റ്റിറോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞാണ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലേഡിംഗ് സെൽസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ മിൽക്ക് ഇജക്ഷൻ. മിൽക്ക് ഇജക്ഷൻ ഇൻവോൾവ് ആവാത്ത ഭാഗം ഏത്? ഓപ്ഷൻ എ ഹൈപ്പോതലാമസ്, ഓപ്ഷൻ ബി ആൽവിയോളെ, ഓപ്ഷൻ സി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ഓപ്ഷൻ ഡി ഓക്സിറ്റോസിൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ആൽവിയോളെ എന്ന് പറയുന്നത് മാമറി ഗ്ലാൻഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ മിൽക്ക് ഇജക്ഷൻ. അടുത്തത് ഹൈപ്പോതലാമസ് അല്ലേ. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഓക്സിറ്റോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിന്. ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടൊരു ഇതാണ്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസ് ആണ്. പക്ഷേ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഓക്സിറ്റോസിൻ, ആൽവിയോളെ ഇതെല്ലാം തന്നെ മിൽക്ക് ഇജക്ഷന് ഇൻവോൾവ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. പക്ഷേ ഇതിൽ ഇൻവോൾവ് ചെയ്യാത്ത ഏതാണ്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ എ ഫിസ്റ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഇറ്റ് കോസസ് ഇഞ്ചുറീസ് ടു ദ ടീത്ത്. ഓപ്ഷൻ ബി സ്ട്രിപ്പിംഗ് ഈസ് യൂസ്ഡ് ഇൻ കൗസ് with a small test. Option C, the thumb is bent against the teeth in knuckling. Option D, none of these. Correct answer എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഫിസ്റ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഇറ്റ് കോസസ് ഇഞ്ചൂറിയസ് ടു ടീത്ത് ആണ് കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻ. ഓക്കെ, കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ചോദ്യം, ദ ഫ്ലോർ സ്പേസ് റിക്വയർഡ് ടു റെയർ എ കൗ അണ്ടർ ഇൻറ്റൻസീവ് സിസ്റ്റം. ഇൻറ്റൻസീവ് സിസ്റ്റത്തിൽ കൗവിനെ റെയർ ചെയ്യാൻ വേണ്ട ഫ്ലോർ സ്പേസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചത്, ഓപ്ഷൻസ് വായിച്ച് കൺഫ്യൂസ് ആക്കണം. 3.5 മീറ്റർ സ്ക്വയർ ആണ്
ഇൻറ്റൻസീവ് സിസ്റ്റത്തിൽ കൗവിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ സ്പേസ് 3.5 മീറ്റർ സ്ക്വയർ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദ കേജ് സിസ്റ്റം ഓഫ് റെയറിംഗ് പൗൾട്രി കമ്പയർഡ് ടു ഡീപ്പ് ലിറ്റർ സിസ്റ്റം. അപ്പം കേജ് സിസ്റ്റം വെൻ കമ്പയർഡ് ടു ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലെസ്സർ ന്യൂയിസൻസ് ഫ്രം ഫ്ലൈസ്, ഓപ്ഷൻ ബി മോർ വെൽഫെയർ ടു ബേർഡ്സ്, ഓപ്ഷൻ സി ലെസ് ഹാർബർ ഈസ് റിക്വയർഡ് ഫോർ മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ഡി ലെസ് ചാൻസ് ഓഫ് എഗ് ബ്രേക്കേജ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ലെസ് ലേബർ ഈസ് റിക്വയർഡ് ഫോർ മാനേജ്മെൻ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റിഗാർഡിംഗ് വെർമി കോമ്പോസ്റ്റിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. വെർമി കോമ്പോസ്റ്റിംഗ് ആയിട്ട് റിഗാർഡ് ചെയ്തിട്ട് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ആൻ ഓർഡർലെസ് അനഎറോബിക് പ്രോസസ്. ഓപ്ഷൻ ബി, വെർമി cast is low in pathogenic fungi and bacteria. Option C, earthworms ingest about 75% of their body weight in a day. Option D, the pit of vermicomposting should be shallow. അപ്പോൾ ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓർഡർലെസ് അല്ല, എന്നുവെച്ചാൽ ഓർഡർ തരുന്നതാണ്, ഓർഡർലെസ് അല്ല. ഓക്കെ, അതുപോലെ തന്നെ എനോറോബിക് പ്രോസസ്സും അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, kids below 30 days of age should be given whole milk at the rate of. Option A, 1/12 of their body weight. Option B, 1/10 of their body weight. Option C, 1/8 of their body weight. Option D, 1/6 of their body weight. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1/6 of their body weight ആണ് കറക്റ്റ് ആൻസർ, കിഡ്സ് ബിലോ 30 days of age ആണെങ്കിൽ. അടുത്ത ചോദ്യം, the ideal bug to doe ratio for breeding is. അപ്പം ഓപ്ഷൻ എ 1:10, ഓപ്ഷൻ ബി 1:15, ഓപ്ഷൻ സി 1:20, ഓപ്ഷൻ ഡി 1:25. അപ്പോൾ ഐഡിയൽ ബഗ് ടു ഡോ റേഷ്യോ ബ്രീഡിങ്ങിനാണെങ്കിൽ 1:20 ആണ് കറക്റ്റ്. പക്ഷെ ബോർ ടു സോ റേഷ്യോ ആണെങ്കിൽ 1:25 ആണ് കറക്റ്റ്. ഓക്കെ, അതും ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, എ ഡിസീസ് ഓഫ് ഗോട്ട്സ് കോസ്ഡ് ബൈ ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ് കോസ് ചെയ്യുന്ന ഡിസീസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കാറ്റൽ ഡിസീസസിൽ. അപ്പോൾ അത് സെക്ഷൻ കാണാത്തവർ പോയി കാണുക. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എൻഡറോടോക്സേമിയ എന്ന് പറയുന്ന ഡിസീസാണ് ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ് കോസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ എഗ് വൈറ്റ് ഈസ് ഫോംഡ് ഇൻ. എഗ് വൈറ്റ് ഫോം ചെയ്യുന്ന എവിടെയാണ്? യൂട്രസിലല്ല, ഇസ്തമസിലല്ല, വജൈനയിലല്ല, എവിടെയാണ്? മാഗ്നത്തിലാണ് എഗ് വൈറ്റ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ചിക്കൻ. ചിക്കൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പാർട്ട് ആവാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റിഗ്മ, ഓപ്ഷൻ ബി ക്ലോയാക്ക, ഓപ്ഷൻ സി വെൻട്രിക്കുലസ്, ഓപ്ഷൻ ഡി ക്രോപ്പ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സ്റ്റിഗ്മയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ട് അല്ലാത്തത്. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് എയർ സാക്സ് ഇൻ ചിക്കൻ ഈസ്. അപ്പോൾ ചിക്കനിലെ നമ്പർ ഓഫ് എയർ സാക്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഒരുപാട് നമ്പേഴ്സ് ഓപ്ഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. മേ ബി ഇതേ ചോദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ആ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പേഴ്സ് വരുമ്പോൾ ഓപ്ഷൻസ് പറയാത്തത്. ഓക്കെ, ദ നമ്പർ ഓഫ് എയർ സാക്സ് ഇൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സ്മാൾ ഡൗൺ ഫെതേഴ്സ് വിച്ച് ഫങ്ഷൻ ആസ് ഇൻസുലേറ്റീവ് കവറിങ് ഇൻ ചിക്കൻ. അപ്പം സ്മോൾ ഡൗൺ ഫെതേഴ്സ് ആണ്, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻസുലേറ്റീവ് കവറിങ് ആണ് ഇൻ ചിക്കൻ ആണ്. അതേതാണ്? പ്ലൂമേജസ് ആണ് കറക്റ്റ് ആൻസർ, പ്ലൂമൂൾസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സെലക്ഷൻ മെത്തേഡ് ഓഫ് ചോയ്സ് ഫോർ ഇംപ്രൂവിങ് ബോഡി വെയ്റ്റ് ഈസ്. അപ്പം ബോഡി വെയ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സെലക്ഷൻ മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, അതായത് ഇൻഡിവിജ്വൽ സെലക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. പ്രോജനി ടെസ്റ്റിംഗ് അല്ല, ഫാമിലി സെലക്ഷൻ അല്ല, പെഡിഗ്രി സെലക്ഷൻ അല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ഇൻഡിവിജ്വൽ സെലക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഓൺ തിയററ്റിക് കൺസിഡറേഷൻ ദ ക്രോസിംഗ് ഓഫ് ഇന്ത്യൻ കൗ വിത്ത് എക്സോട്ടിക് ബുള്ളീസ്. അപ്പം ക്രോസിംഗ് ഓഫ് ഇന്ത്യൻ കൗവും എക്സോട്ടിക് ബുള്ളും ആയിട്ടുള്ള ക്രോസിങ്ങിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഔട്ട് ക്രോസിംഗ്, ഓപ്ഷൻ ബി ക്രോസ് ബ്രീഡിംഗ്, ഓപ്ഷൻ സി ഗ്രേഡിംഗ് അപ്പ്, ഓപ്ഷൻ ഡി സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്
ക്രോസ് ബ്രീഡിംഗ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ അല്ല. സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. അതായത് ഡോങ്കിയും അതുപോലെ തന്നെ ഹോഴ്സും തമ്മിലുള്ളൊരു എന്താണ് ക്രോസ് ആണെങ്കിൽ നമ്മൾ സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നോർമൽ കളർ ഓഫ് ബുൾ സെമൻ ഈസ്. ബുൾ സെമൻ്റെ നോർമൽ കളർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്പാർക്ലിംഗ് വൈറ്റ്, ഓപ്ഷൻ ബി യെല്ലോയിഷ് വൈറ്റ്, ഓപ്ഷൻ സി ഡൾ വൈറ്റ്, ഓപ്ഷൻ ഡി സ്നോ വൈറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡൾ വൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ദ ഡൈലൂവൻറ്റ് യൂസ്ഡ് ഫോർ ഫ്രോസൺ സെമൻ ഈസ്. ഫ്രോസൺ സെമൻ ഡൈലൂവൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എഗ് യോക്ക് സിട്രേറ്റ്, ഓപ്ഷൻ ബി ട്രിസ് ഗ്ലിസറോൾ എക്സ്റ്റെൻഡർ, ഓപ്ഷൻ സി കാപ്രോജൻ എക്സ്റ്റെൻഡർ, ഓപ്ഷൻ ഡി കോക്കനട്ട് മിൽക്ക് എക്സ്റ്റെൻഡർ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രിസ് ഗ്ലിസറോൾ എക്സ്റ്റെൻഡർ ആണ്. ഗ്ലിസറോൾ ആണ് നമ്മൾ ക്രയോ പ്രിസർവൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൈറ്റ് ഓഫ് ഇൻസെമിനേഷൻ ഇൻ കൗ ഈസ്. കൗവിലെ സൈറ്റ് ഓഫ് ഇൻസെമിനേഷൻ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മിഡ് സെർവിക്സ് ആണ്. യൂട്രിൻ കോമയോ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബോ വജൈനോ ഒന്നുമല്ല, മിഡ് സെർവിക്സ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ റെക്ടോ വജൈനൽ മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കമ്പയർഡ് ടു സ്പെക്യുലം മെത്തേഡ്. ഓപ്ഷൻ എ ലെസ് ഡിസ്റ്റർബൻസ് ടു ആനിമൽ, നോട്ട് കറക്റ്റ് എന്ന നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി പ്രഗ്നൻസി ക്യാൻ ബി റൂൾഡ് ഔട്ട് ബിഫോർ AI. ഓപ്ഷൻ സി ചേഞ്ച് ഓഫ് ഇഞ്ചുറി ടു ജെനഷ്യൽ ട്രാക്ക് വിൽ ബി ലെസ്. ഓപ്ഷൻ ഡി ക്യാൻ ബി ഡൺ ഇൻ സ്മോൾ അനിമൽസ് ഈസിലി. അപ്പോൾ അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഈ റെക്ട്രോ വജൈനൽ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ അനിമൽസിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഇൻ സോ ഈസ്. സോയിലെ ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ടൈമും ചോദിച്ചിരുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഡിഫ്യൂസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. സർവീസ് പീരീഡ് ഈസ്. എന്താണ് സർവീസ് പീരീഡ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സർവീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ദ പീരീഡ് ഫ്രം എ പാച്ചുറേഷൻ ടു ദ നെക്സ്റ്റ് സക്സസ്ഫുൾ ഇൻസെമിനേഷൻ ഈസ് കാൾഡ് സർവീസ് പീരീഡ്. അതായത് പീരീഡ് പാച്ചുറേഷൻ തൊട്ട് നെക്സ്റ്റ് സക്സസ്ഫുൾ ഇൻസെമിനേഷൻ വരെയുള്ള സമയമാണ് സർവീസ് പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ETT, എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നിക്കുമായിട്ട് നോട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രാൻസ്ഫർ ഓഫ് ഓവ, ഓപ്ഷൻ ബി ഈസ്ട്രസ് സിങ്ക്രോണൈസേഷൻ, ഓപ്ഷൻ സി ഇൻസെമിനേഷൻ ഓഫ് ഡോണർ, ഓപ്ഷൻ ഡി സൂപ്പർ ഓവുലേഷൻ. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ട്രാൻസ്ഫർ ഓഫ് ഓവയാണ് ഇൻവോൾവ് ആവാത്തത് ETTയിൽ. അടുത്ത ചോദ്യം. ചാൻസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഡ്യൂ ടു അനാട്ടമിക്കൽ കോസസ് മേ ബി മിനിമൈസ്ഡ് ബൈ. ഓപ്ഷൻ എ പ്രിവെൻറ്റിംഗ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, ഓപ്ഷൻ ബി എലിമിനേറ്റിംഗ് venereal diseases, ഓപ്ഷൻ സി അവോയ്ഡിങ് ഇൻബ്രീഡിംഗ്, ഓപ്ഷൻ ഡി പ്രോപ്പർ ടൈമിംഗ് ഓഫ് AI. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അവോയ്ഡിങ് ഇൻബ്രീഡിംഗ് ക്യാൻ ഡിക്രീസ് ദ അനാട്ടമിക്കൽ കോസസ്. അതായത് ചാൻസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഡ്യൂ ടു അനാട്ടമിക്കൽ കോസസിനെ മിനിമൈസ് ചെയ്യാൻ നമുക്ക് അവോയ്ഡിങ് ഇൻബ്രീഡിങ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് നടക്കും. ഓക്കെ, അടുത്ത ചോദ്യം. അൺബോൺ കാൽസ് ഓഫ് ഡയറി കാറ്റിൽ അറ്റൈൻ മാക്സിമം ഗ്രോത്ത് ഡ്യൂറിങ്. ഓക്കെ, അൺബോൺ കാൽസ് ഓഫ് ഡയറി കാറ്റിൽ അറ്റൈൻ മാക്സിമം ഗ്രോത്ത് ഡ്യൂറിങ് എന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 3rd ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ടു ന്യൂ ബോൺ കാൽസ് ക്യാൻ ബി ഗിവൺ ബൈ. ഇപ്പോൾ ന്യൂ ബോൺ കാൽസിന് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആൾട്ടർനേറ്റീവ് കംപ്രഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി ചെസ്റ്റ്, ഓപ്ഷൻ ബി പുള്ളിംഗ് ദ ടങ് ജെന്റ്ലി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, ഓപ്ഷൻ സി ലിഫ്റ്റിംഗ് ദ കാഫ് ബൈ ഹോൾഡിംഗ് ഓൺ ദ ഹൈൻഡ് ലെഗ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം. ഹാങ്ങിങ് നേവൽ കോഡ് ഓഫ് ദി ക്യാഫ് ഷുഡ് ബി റിമൂവ്ഡ് ബൈ. ഓപ്ഷൻ
A. Cutting 5 cm away from the body. Option B. Tied about 2.5 cm away from the body and cut about 1 cm below the ligature. Option C. Tied about 5 cm away from the body and cut about 1 cm below the ligature. Option D. Cutting at the base of the body. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Tied about 2.5 cm away from the body and cut about 1 cm below the ligature ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വീനിങ്. വീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ബർത്ത് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം calves naturally wean themselves around 10 months അല്ലേ? calves സാധാരണയാണെങ്കിൽ നാച്ചുറൽ സിസ്റ്റത്തിലാണെങ്കിൽ 10 months കഴിയുമ്പോഴായിരിക്കും നാച്ചുറലായിട്ട് വീൻ ചെയ്യുന്നത്. പക്ഷേ ഡയറി ഫാംസിലൊക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ബർത്ത് വീനിങ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ വീനിങ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? മേക്കിംഗ് ദ ക്യാഫ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മദർ ഈസ് നോൺ ആസ് വീനിങ്. അതായത് അമ്മയിൽ നിന്നും ഈ ക്യാഫിനെ പിരിക്കുന്ന ഒരു എന്താണ് മെത്തേഡാണ് വീനിങ് എന്ന് പറയുന്നത്. അതുവഴി ക്യാഫിനെ ഇൻഡിപെൻഡൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം കൊളസ്ട്രം. കൊളസ്ട്രം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊളസ്ട്രം നമുക്കറിയാം, ഇറ്റ് ഈസ് എ റിച്ച് ഇൻ പ്രോട്ടീൻ, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് വിച്ച് കണ്ടെയ്ൻസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇമ്മ്യൂൺ ബോഡീസ് അഥവാ ആൻറ്റിബോഡീസ്. ഇറ്റ് ഹാസ് എ ലാക്സേറ്റീവ് എഫക്റ്റ്. അപ്പോൾ ഇതെല്ലാം തന്നെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം ഡീഹോണിങ് ഓഫ് ക്യാഫ് ഈസ് ഡൺ പ്രിഫറബിളി. അപ്പോൾ ഡീഹോണിങ് എപ്പോഴാണ് ചെയ്യുന്നത്? വിത്തിൻ 2 weeks ആഫ്റ്റർ ദ ബർത്ത്. ബർത്ത് കഴിഞ്ഞിട്ട് വിത്തിൻ 2 weeks ആണ് ഡീഹോണിങ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഫോർ ഇന്ത്യൻ കാറ്റിൽ ആൻഡ് എക്സോട്ടിക് കാറ്റിൽ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ്. ഇപ്പോൾ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കാറ്റിലിൻ്റെ എക്സോട്ടിക് കാറ്റിലിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്താമെന്ന് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. 95 degree ഫാരൻഹീറ്റ് ഫോർ ഇന്ത്യൻ കാറ്റിൽ ആൻഡ് എക്സോട്ടിക് ആണെങ്കിൽ 80 to 85 degree ഫാരൻഹീറ്റും ആണ്. അടുത്ത ചോദ്യം ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ഇൻ ഡയറ്റ് കോസസ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? റെഡ്യൂസ്ഡ് മിൽക്ക് ആൻഡ് എഗ് പ്രൊഡക്ഷൻ, പ്യുവർ ഗ്രോത്ത് റേറ്റ്, കൗ ബർത്ത് വെയ്റ്റ് ഒക്കെ കുറയാനായിട്ട് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കാരണമാവും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഇൻ കാറ്റിൽ കോസസ്. അപ്പം മഗ്നീഷ്യം ഡെഫിഷ്യൻസി ആണെങ്കിൽ എന്ത് അസുഖമാണ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് ഉണ്ടാകുന്നത്. മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് എന്താ പറയുന്നത്? ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലേ? വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണമാണെങ്കിൽ ഗോയിറ്റർ ഉണ്ടാകുന്നുണ്ട്. റിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. പാരാക്കീറ്റോസിസ് എന്ന് പറയുന്നത് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സിങ്ക് ഡെഫിഷ്യൻസി കാരണം ഡിസീസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാരാക്കീറ്റോസിസ് ആണ്, പാരാ കെരാറ്റോസിസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം TDN in a feed is found out by calculating the energy provided by carbohydrate, protein and 2 to 2.5 time of that of the fat together ആണ് നമ്മൾ TDN കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് കോൺസെൻട്രേറ്റഡ് ഫീഡ് ഫോർ ഡയറി കാറ്റിൽ വിൽ ഹാവ്. ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് ഫീഡ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 20% ക്രൂഡ് പ്രോട്ടീൻ ആൻഡ് 65 to 70% TDN. ഓപ്ഷൻ ബി 22% ക്രൂഡ് പ്രോട്ടീൻ ആൻഡ് 55% TDN. ഓപ്ഷൻ സി 30% ക്രൂഡ് പ്രോട്ടീൻ ആൻഡ് 75% TDN. ഓപ്ഷൻ ഡി 18% ക്രൂഡ് പ്രോട്ടീൻ ആൻഡ് 60% TDN. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ഫീഡ് ഫോർ ഡയറി കാറ്റിൽ ആണെങ്കിൽ അതിൽ TDNൻ്റെ പെർസെൻറ്റേജ് CPയും ക്രൂഡ് പ്രോട്ടീനും TDNനും എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റ് ആവുമ്പം എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 18% ക്രൂഡ് പ്രോട്ടീൻ ആൻഡ് 60% TDN ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ്? ക്യൂറിങ് ദ ഡിസീസ് ആണോ? അടുത്ത ഓപ്ഷൻ മാക്സിമം ഫിസിയോളജിക്കൽ ഫങ്ഷനിങ് ഓഫ് ഓൾ സിസ്റ്റംസ് ഓഫ് ദി ബോഡി ബേസ്ഡ് ഓൺ ബ്രീഡ്, ഏജ് ആൻഡ് സെക്സ്. ഓപ്ഷൻ സി കണ്ടീഷൻ ഇൻ വിച്ച് അനിമൽ ക്യാൻ മൂവ് ഫ്രീലി. അതല്ല. നോർമൽ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് അതുമല്ല.
ക്യൂറിങ് ദ ഡിസീസ് ആണോ ഹെൽത്ത് എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ എന്താണ്? മാക്സിമം ഫിസിയോളജിക്കൽ ഫങ്ഷനിങ് ഓഫ് ഓൾ സിസ്റ്റം ഓഫ് ദി ബോഡി ബേസ്ഡ് ഓൺ ബ്രീഡ്, ഏജ് ആൻഡ് സെക്സ് ഈസ് കോൾഡ് ഹെൽത്ത്. ഹെൽത്തിൻ്റെ ഡെഫിനിഷനാണത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാഗോസൈറ്റോസിസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഡിഫെൻസ് മെക്കാനിസമാണ് ബൈ വിച്ച് ഇത് മെയിനായിട്ടും ചെയ്യുന്നത് WBC ആണ്. WBC എന്ത് ചെയ്യുന്നു? പാത്തജനിക് ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എൻഗൾഫ് ചെയ്തിട്ട് അതുപോലെ തന്നെ എന്താണ് എൻസൈംസും എൻസൈംസ് ഒക്കെ വെച്ചിട്ട് ആ പാത്തജൻസിനെ നശിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇൻഫെക്ഷ്യസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ. ഏതാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ്? ആരാണ് കോസ് ചെയ്യുന്നത്? ലിവിങ് ഓർഗാനിസം സച്ച് ആസ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ആൻഡ് പ്രോട്ടോസോവൻസ് ആണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ വൈറ്റമിനോ മിനറലോ ഡെഫിഷ്യൻസി കാരണമൊന്നുമല്ല ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഐഡിയൽ ടൈം ഫോർ വാക്സിനേറ്റിംഗ് കാറ്റിൽ അഗൻസ്റ്റ് ആന്ത്രാക്സ് ഈസ്. ഓപ്ഷൻ എ ഡ്യൂറിങ് ജൂൺ ജൂലൈ, ഓപ്ഷൻ ബി ഡ്യൂറിങ് ഒക്ടോബർ നവംബർ, ഓപ്ഷൻ ഡി ഡ്യൂറിങ് ജനുവരി ഫെബ്രുവരി, ഓപ്ഷൻ ഡി ഡ്യൂറിങ് നവംബർ ഡിസംബർ. അപ്പം നല്ല ഐഡിയൽ ടൈം ഫോർ വാക്സിനേറ്റിംഗ് കാറ്റിൽ അഗൻസ്റ്റ് ആന്ത്രാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, ഡ്യൂറിങ് ജനുവരി ഫെബ്രുവരി ടൈമിങ്ങിലാണ്. ക്വസ്റ്റ്യൻ, HS ഹെമറേജിക് സെപ്റ്റിസീമിയ ഈസ് എ ബാക്ടീരിയൽ ഡിസീസ് കോസ്ഡ് ബൈ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആരാണ്? പാസ്റ്ററല്ല മൾട്ടിക്കോഡയാണ് ഹെമറേജിക് സെപ്റ്റിസീമിയ എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനി ആണെങ്കിൽ ടെറ്റനസ് അല്ലേ ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ബാസിലസ് ആന്ത്രാക്സിസ് ആണെങ്കിൽ ആന്ത്രാക്സ് ആണ് ഉണ്ടാക്കുന്നത്. പാസ്റ്ററില്ല മൾട്ടിക്കോഡയാണ് ഹെമറേജിക് സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് എ സൂനോട്ടിക് ഡിസീസ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, പല ഓപ്ഷൻസ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ, ബ്രൂസിലോസിസ് ആണ്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ടേക്കൺ ആക്റ്റീവ് വാക്സിനേഷൻ പ്രോഗ്രാം എവറി ഇയർ അഗെൻസ്റ്റ്. ഓപ്ഷൻ എ മാസ്റ്റൈസിസ്, ഓപ്ഷൻ ബി റിൻഡർപസ്റ്റ്, ഓപ്ഷൻ സി മിൽക്ക് ഫീവർ, ഓപ്ഷൻ ഡി ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്. അപ്പം വാക്സിനേഷൻ പ്രോഗ്രാം എല്ലാ ഇയറും ആക്റ്റീവായിട്ട് എടുക്കുന്നത് ഏത് ഡിസീസിനെതിരായിട്ടാണ്? ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസിന് എഗൻസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, കോട്ടൺ സീഡ് കണ്ടെയ്ൻസ് ഫൈറ്റോടോക്സിൻ കാൾഡ്. അപ്പോൾ കോട്ടൺ സീഡിലുള്ള ഫൈറ്റോടോക്സിനാണ് ഗോസിപൂൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം ഫ്ലോർ ഏരിയ റിക്വയർഡ് ഫോർ എ ബോർ ഈസ്. ബോറിന് റിക്വയർ ആയിട്ടുള്ള മിനിമം ഫ്ലോർ ഏരിയ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 9.3 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 9.3 മീറ്റർ സ്ക്വയർ ആണ് ഫ്ലോർ ഏരിയ റിക്വയർഡ് ഫോർ എ ബോർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കമ്മിങ് അണ്ടർ അമേരിക്കൻ ക്ലാസ് ഓഫ് പൗൾട്രി. അമേരിക്കൻ ക്ലാസ് ഓഫ് പൗൾട്രിയിൽ വരുന്ന ബ്രീഡ് ഏതാണ്? ഓപ്ഷൻ എ മിനോർക്ക, ഓപ്ഷൻ ബി റോഡ് ഐലൻഡ് റെഡ്, ഓപ്ഷൻ സി ലാങ്ഷൻ, ഓപ്ഷൻ ഡി കോർണിഷ്. ഇതിൽ റോഡ് ഐലൻഡ് റെഡ് ആണ് അമേരിക്കൻ ക്ലാസ്സിൽ വരുന്നത്. അടുത്ത ചോദ്യം, ക്യാപ്പണൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ്. എന്താണ് ക്യാപ്പണൈസേഷൻ? ഇറ്റ്സ് എ സർജിക്കൽ റിമൂവൽ ഓഫ് ടെസ്റ്റിസ്. അതിനാണ് ക്യാപ്പണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സർജിക്കൽ റിമൂവൽ ഓഫ് ഓവറീസിനെ പറയുന്ന പേരാണ് ഊഫ്രോറെക്ടമി എന്ന് പറയും. ഓക്കെ, ഊഫോറെക്ടമി ആണ് സർജിക്കൽ റിമൂവൽ ഓഫ് ഓവറീസ്. അപ്പോൾ ഇതിലെ സർജിക്കൽ റിമൂവൽ ഓഫ് കോംബ് എന്ന് പറയുന്നത് ഡീബഡിങ് എന്ന് പറയും. ഡബ്ബിങ് എന്ന് പറയും. ഡബ്ബിങ് എന്നാണ് പറയുന്ന റിമൂവൽ ഓഫ് കോംബിനെ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഫ്ലോർ സ്പേസ് ഫോർ എ ലെയർ ഷുഡ് ബി. ഫ്ലോർ സ്പേസ്, ലെയറിൻ്റെ ഫ്ലോർ സ്പേസ്. അപ്പോൾ ഫ്ലോർ സ്പേസ് ഓരോന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 2.5 to 3 സ്ക്വയർ ഫീറ്റ് ആണ് ഫ്ലോർ സ്പേസ് ഫോർ ലെയർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സയൻറ്റിഫിക് നെയിം ഓഫ് ടർക്കി. ടർക്കിയുടെ സയൻറ്റിഫിക് നെയിമാണ് എന്താണെന്നാണ്? മെലാഗ്രിസ് ഗല്ലോപ്പോവ എന്നാണ് സയൻറ്റിഫിക് നെയിം ഓഫ് ടർക്കി. അടുത്ത ക്വസ്റ്റ്യൻ, സിക്കിൾ ഫെദർ ഈസ് സീൻ ഇൻ. സിക്കിൾ ഫെദർ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? നിങ്ങൾക്കറിയാം, കോക്കിലാണ് അല്ലേ. കോക്കിൻ്റെ ഫെദർ നോക്കുവാണെങ്കിൽ അറിയാം, താഴെയുള്ള ടെയിൽ ഭാഗത്ത് ഫെദർ എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്ഡ് ആയിരിക്കും. അടുത്ത ചോദ്യം, ഷെൽ മെംബ്രെയിൻ ഓഫ് ചിക്കൻ ഈസ് ഫോംഡ് ഇൻ. അപ്പം ഷെല്ലിൻ്റെ മെംബ്രെയിൻ, ചിക്കൻ്റെ എഗ്ഗിലെ ഷെൽ മെംബ്രെയിൻ എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഇസ്തുമസിലാണ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആവറേജ് വെയിറ്റ് ഓഫ് ചിക്കൻ എഗ്ഗ്. ചിക്കൻ എഗ്ഗിൻ്റെ ആവറേജ് വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്?
ഓപ്ഷൻ ഡി ആണ്. 50 to 55 grams ആണ് ചിക്കൻ്റെ എഗ്ഗിൻ്റെ ആവറേജ് വെയിറ്റ്. അടുത്ത ചോദ്യം, ആക്ട് ഓഫ് ഷെഡിങ് ഓഫ് ഫെതേഴ്സ് ഇൻ ബേർഡ്സ് ഈസ് നോൺ ആസ്. ഷെഡിങ് ഓഫ് ഫെതേഴ്സിന് പറയുന്ന പേര് മോൾട്ടിങ് എന്നാണ്. ഓക്കെ, മോൾട്ടിങ് എന്നാണ് കറക്റ്റ് വേർഡ്. അടുത്ത ചോദ്യം, ഫീഡ് കൺവേർഷൻ റേഷ്യോ ഫോർ ബ്രോയിലർ ഈസ്. ഫീഡ് കൺവേർഷൻ റേഷ്യോ ഫോർ ബ്രോയിലർ എന്ന് പറഞ്ഞാൽ 1.8 to 2 kg ഫോർ 1 kg ലൈവ് വെയിറ്റ് ആണ്. അത് നമ്മൾ ഫീഡിങ്ങിൽ പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. ബ്രോയിലറിൻ്റെയും ലേയേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഗ്രോയേഴ്സിൻ്റെ ഒക്കെ ഫീഡ് ഫോമിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇൻക്യുബേഷൻ പീരീഡ് ഫോർ ചിക്കൻ എഗ് ഇൻ ആൻ ആർട്ടിഫിഷ്യൽ ഇൻക്യുബേറ്റർ ഈസ്. ആർട്ടിഫിഷ്യൽ ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? എന്താണ്? 21 days തന്നെയാണ് അല്ലേ? അപ്പം 21 days ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കോക്സിഡിയോസിസ് ഇസ് എ ഡിസീസ് കണ്ടീഷൻ പോൾട്രി കോസ്ഡ് ബൈ. ഓപ്ഷൻ ഡി പ്രോട്ടോസോവയാണ്. ഒരുപാട് വട്ടം പറഞ്ഞതാണ്. പ്രോട്ടോസോവയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഡ്രൈ മാറ്റർ കണ്ടന്റ് ഇൻ കൗ മിൽക്ക് ഈസ്. കൗ മിൽക്കിൽ ഡ്രൈ മാറ്റർ കണ്ടന്റ് എത്രയാണ്? 12.75% ആണ് ഡ്രൈ മാറ്റർ കണ്ടന്റ്. അടുത്ത ചോദ്യം, ഷുഗർ പ്രസൻറ്റ് ഇൻ മിൽക്ക് ഏതാണ്? ലാക്ടോസ് ആണ് അല്ലേ? ഒരു ഡൗട്ടും വേണ്ട, ലാക്ടോസ് ആണ് ഷുഗർ പ്രസൻറ്റ് ഇൻ മിൽക്ക്. അടുത്ത ചോദ്യം, പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഈസ് നോർമലി ഡൺ ടു. എന്തിനാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത്? മെയിനായിട്ട് എന്തിനൊക്കെയാണ്? ഡെസ്ട്രക്ഷൻ ഓഫ് മോസ്റ്റ് പാത്തജനിക് മൈക്രോ ഓർഗാനിസംസ്, അതുപോലെ എന്താണ്? കീപ്പിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ എന്താണ്? ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ. അപ്പോൾ എല്ലാം തന്നെ കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പെർസെൻറ്റേജ് ഓഫ് SNF ആൻഡ് ഫാറ്റ് ഇൻ ഡബിൾ ടോൺഡ് മിൽക്ക്. ഇത് ഒരുപാട് വട്ടം ചോദിച്ചു കാണുന്നുണ്ട്. SNFും ഫാറ്റും മെയിനായിട്ടും കൗ മിൽക്ക്, ബഫലോ മിൽക്ക്, ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഡബിൾ ടോൺഡ് മിൽക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1.5 ആയിരിക്കും അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ SNF എന്ന് പറയുന്നത് 9ഉം അതുപോലെ തന്നെ ഡബിൾ ടോൺഡ് മിൽക്കിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1.5 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ആൻ ആസിഡ് കൊയാഗുലേറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ്. ആസിഡ് കൊയാഗുലേറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, പനീറാണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ ഹീറ്റ് ആസിഡ് കൊയാഗുലേറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാലും പനീറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കൗസ് മിൽക്ക്. കൗ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇത് ഞാൻ പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1.0282 1.030 35ഉം ആ റേഞ്ചും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അഡൾട്ടറേഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻ മിൽക്ക് ഈസ് ഡിറ്റക്റ്റഡ് ബൈ. ഏതാണ്? സ്റ്റാർച്ച് ആണെങ്കിൽ അയഡിൻ ടെസ്റ്റ്, അത് നമ്മൾ പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫെർമെൻറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ്. ഫെർമെൻറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി പനീർ, ഓപ്ഷൻ ബി ഐസ്ക്രീം, ഓപ്ഷൻ സി ചീസ്, ഓപ്ഷൻ ഡി ഗീ. ഇതിലെ ഫെർമെൻറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് ഏതാണ്? ചീസാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ബ്രോയിലർ ഫിനിഷർ ഷുഡ് ഗെറ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ക്രൂഡ് പ്രോട്ടീൻ ആൻഡ് ഡാഷ് കിലോ കാലറി പെർ kg ഫീഡ്. അപ്പോൾ ബ്രോയിലർ ഫിനിഷർ ആകുമ്പോൾ എത്ര പെർസെൻറ്റേജ് ക്രൂഡ് പ്രോട്ടീൻ വേണം? 20% ക്രൂഡ് പ്രോട്ടീനും അതുപോലെ 3200 കിലോ കാലറി പെർ kg ഫീഡും വേണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. 80 ക്വസ്റ്റ്യൻസ് 100 അല്ല 80 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു ഫൈനൽ ടച്ച് എന്നുള്ളൊരു രീതിയിൽ നമുക്കൊരു സെക്ഷൻ ഇന്ന് തന്നെ ചെയ്യാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ്, ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ബൈ.